آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ അദബുൽ മുഫ്രദ് എന്ന കിതാബാണ് നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ 7ാമത്തെ ക്ലാസ്സാണ്. ഹദീസിൻ്റെ ഗ്രന്ഥമാണ്. ഇന്ന് വായിക്കുന്ന ഹദീസ് ബാബു ഖുബുലത്തി സിബിയാൻ, മാതാപിതാക്കൾ മക്കളോട് കാണിക്കേണ്ട അദബുകൾ പറയുന്ന ഹദീസാണ്. عن عائشة رضي الله عنها قالت جاء أعرابي إلى النبي صلى الله عليه وسلم فقال عائشة رضي الله عنها ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു അഅറാബിയായ മനുഷ്യൻ വന്നു. അഅറാബി എന്ന് പറഞ്ഞാൽ അഹ്ലുൽ ബാദി, പട്ടണത്തിൽ നിന്നൊക്കെ മാറി ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ, സംസ്കാരമില്ലാത്ത, ഇവിടെ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത കൃഷിക്കാർ, സാധാരണ ആൾക്കാർ. അങ്ങനെ ഒരു അഅറാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അതുഖബ്ബിലൂന സുബിയാനക്കും. അല്ലാഹു റസൂലിനോട് ചോദിച്ചത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചുംബിക്കാറുണ്ടോ? അദ്ദേഹം പറയാൻ, ഫമാ നുഖബ്ബിലുഹും, നമ്മൾ നമ്മുടെ മക്കളെ ചുംബിക്കാറില്ല, നിങ്ങൾ ചുംബിക്കാറുണ്ടോ? ഇപ്പോൾ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ആ അഅറാബിക്ക് മറുപടിയായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ അംലികു ലക അൻ നസഅ അല്ലാഹു മിൻ ഖൽബിക റഹ്മ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ഹൃദയത്തിൽ നിന്നും കാരുണ്യം എടുത്തു കളഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം മക്കളെ ചുംബിക്കുക എന്നുള്ളത് റഹ്മത്താണ്, കാരുണ്യമാണ്. ചുംബിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ ഷഹീദാക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ തല അറുത്ത് മാറ്റിയിരുന്നു. യസീദിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചു തല. ആ സമയത്ത് ഒരു സഹാബി എന്ന് പറയാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിച്ച തലയാണത്. അല്ലാഹുവിൻ്റെ റസൂൽ ചുംബിച്ച ചുണ്ടുകളും കവിളുകളുമാണത്. അതിനൊരിക്കലും നിന്ദിക്കരുത്. ഇത് കേട്ടപ്പോൾ യസീദ് പേടിച്ചു. എല്ലാ ബഹുമതികളോടുകൂടി എന്ത് ചെയ്തു? മദീനയിലേക്ക് കൊടുത്തയച്ചു. മദീനയിൽ ജന്നത്തുൽ ബഖിയയിലാണ് ഹുസൈൻ്റെ തല മറമാടപ്പെട്ടത്. പക്ഷെ ഇന്നതെന്താക്കി? കർബലയിലില്ല ജാറുണ്ട് ഹുസൈൻ്റെ. കർബലയിൽ ശരീരമില്ല, മദീനത്താണ് ശരീരമുള്ളത്. ഉമ്മ ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ അടുക്കലാണ് ഹസൻ റളിയല്ലാഹുവിൻ്റെ തല ദഫൻ ചെയ്തത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളോട് സ്നേഹം കാണിച്ചതും ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലിൻ്റെ സദസ്സിലേക്ക് കടന്നു വന്നാൽ അല്ലാഹുവിൻ്റെ റസൂൽ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് മകളെ സ്വീകരിക്കുമായിരുന്നു. സ്വീകരിച്ച് നെറ്റിയിൽ ചുംബിച്ച് വലതുഭാഗത്തോ ഇരുത്തുമായിരുന്നു. സ്നേഹം പ്രകടിപ്പിക്കണം മക്കളോട്. മക്കളുടെ മുമ്പിൽ എന്താകാൻ പാടില്ല? കണിശത കാണിക്കാൻ പാടില്ല. സ്നേഹത്തിൻ്റെ ഭാഗം, സ്നേഹം നല്ലോണം പ്രകടിപ്പിക്കണം. മറ്റൊരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഖബ്ബല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഇബ്നു അലി. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിച്ചു. സഹാബാക്കൾക്ക് മുമ്പിൽ, എല്ലാവരുടെയും മുമ്പിൽ സ്നേഹം പ്രകടിപ്പിച്ചു. വഇൻദഹു അൽ അഖ്റഅ ബിൻ ഹാബിസ് അത്തമീമി ജാലിസുൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ചുംബിക്കുന്ന സമയം, ആ സ്നേഹപ്രകടനം നടത്തുന്ന സമയം റസൂലിൻ്റെ അടുക്കൽ അഖ്റഅ ബിൻ ഹാബിസ് റളിയല്ലാഹു അൻഹ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഫഖാല അൽ അഖ്റഅ, ഈ സ്നേഹപ്രകടനം കണ്ടപ്പോൾ
സഹാബി ചോദിച്ചു, ഇന്നലി അശറതൻ മിനൽ വലദ്, പ്രവാചകരെ എനിക്ക് 10 മക്കളുണ്ട്. മാ ഖബ്ബൽതു മിൻഹും അഹദ, അതിലൊരാളെയും ഞാൻ ഇതുവരെ ചുംബിച്ചിട്ടില്ല. ആ മനസ്സിൻ്റെ കാഠിന്യം. 10 മക്കളുണ്ട്, അതിൽ ഇതുവരെ ഒരാളെയും ഞാൻ ചുംബിച്ചിട്ടില്ല. ഫനദറ ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ ആ സഹാബിയെ ഒന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു, മൻ ലാ യർഹം ലാ യുർഹം, അടിമകളോട് കരുണ കാണിക്കാത്തവൻ അവനോട് അള്ളാഹു കരുണ കാണിക്കുകയില്ല. ഇപ്പം പരസ്പരം കരുണ വേണം, മക്കളോട് സ്നേഹം വേണം, വാത്സല്യം കാണിക്കണം. പക്ഷെ ദീനിൻ്റെ വിഷയത്തിൽ കണിശതയും വേണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 7 വയസ്സായ മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ടും അതിൽ അലംഭാവം കാണിച്ചാൽ അവരെ അടിക്കാനോ അല്ലാഹു റസൂൽ പറഞ്ഞു. ഒരു വേള ഹസൻ റളിയല്ലാഹു അൻഹു സകാത്തിൻ്റെ ഈത്തപ്പഴമുണ്ട്, സകാത്ത് ശേഖരിച്ച് കൊണ്ടുവന്ന ഈത്തപ്പഴം, അതിലൊന്നെടുത്ത് വായിലിട്ടു. ചെറിയ കുട്ടിയാണ്. സകാത്ത് റസൂലിൻ്റെ കുടുംബത്തിന് ഹറാമാണ്, നിഷിദ്ധമാണ്, സകാത്ത് സ്വീകരിക്കാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വിരല് വായിലേക്കിട്ട ഈത്തപ്പഴം പുറത്തേക്കെടുത്തു. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദിൻ്റെ കുടുംബത്തിന് സകാത്ത് അനുവദനീയമല്ല. അവിടെ ചെറിയ കുട്ടിയല്ലേ, കഴിച്ചോട്ട് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ അങ്ങനെയാണ്. നമ്മുടെ പൊമ്മക്കൾ, ചെറിയ പൊമ്മക്കൾ ചെറുപ്പത്തിലെ ആ രീതിയിലുള്ള വസ്ത്രം ഇട്ട് പഠിപ്പിക്കും, ശീലിപ്പിക്കും. ഏത് മോഡേൺ വസ്ത്രങ്ങൾ, അങ്ങനെ രൂപം പറയുന്നില്ല, പള്ളിയല്ല. മോഡേൺ വസ്ത്രങ്ങൾ ഇട്ടും മക്കളെ പഠിപ്പിക്കും. തട്ടുണ്ടാകാൻ തലമറക്കൂല, ചെറിയ കുട്ടിയല്ലേ. കുട്ടി ശീലിച്ച് വരുന്നത് ആ വസ്ത്രത്തിലാണ്. പിന്നെ വലുതായാൽ മാറ്റൂല, അതിനേക്കാൾ മോഡലിലേക്ക് ആ പെണ്ണ് പോകുന്നല്ലാതെ തിരിച്ചു വരൽ പ്രയാസമാണ്. ഇപ്പം മക്കൾ ചെറുപ്പത്തിലേ എന്ത് ചെയ്യണം? ദീനിൻ്റെ വിഷയത്തിൽ കണിശത കാണിക്കണം. അത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്, നിർബന്ധ ബാധ്യതയാണ്. കാരണം നമ്മൾ മുമ്പ് വായിച്ച ഹദീസാണ്, പെമ്മക്കളെ വളർത്തുക എന്നുള്ളത്, ദീനനുസരിച്ച് വളർത്തുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം വാഗ്ദാനം ചെയ്തൊരു ഇബാദത്താണ്. പെമ്മക്കൾ ദീനനുസരിച്ച് വളർത്തുക എന്നുള്ളത്. അപ്പോൾ ചെറിയ മക്കളല്ലേ, അത് പ്രശ്നമല്ല, അങ്ങനെ ആയിക്കോട്ടെ എന്നവരെ ശീലിപ്പിക്കുന്നത് ആ മാതാപിതാക്കൾ ചെയ്യുന്ന വലിയൊരു ദുരന്തമാണ്. ആ പെണ്ണെത്തുന്നത് അതിനേക്കാൾ വലിയ അപകടത്തിലേക്ക് ആ പെണ്ണ് കൊണ്ട് ചെന്നെത്തും. അതുകൊണ്ട് ചെറുപ്പത്തിലെ ശ്രദ്ധിക്കുക, ചെറുപ്പത്തിലെ മക്കൾ അതവ് പഠിപ്പിക്കുക, ചെറുപ്പത്തിലെ ഇസ്ലാമിക സംസ്കാരം പഠിപ്പിക്കുക, അത് ശീലിപ്പിക്കുക, അത് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന രീതിയിൽ അവരോട് പറഞ്ഞത് ശീലിപ്പിക്കുക. അതൊന്നുമില്ല, ചെറിയ മക്കളല്ലേ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവസാനം 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ പറഞ്ഞിട്ടെടുത്താൽ അനക്കത് പറ്റൂല, അനക്കത് ശീലമില്ല, പെണ്ണ് തിരിച്ച് പറയാൻ തുടങ്ങും. അപ്പം അതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം? അത് ശീലിപ്പിക്കണം. അത് മാതാപിതാക്കളുടെ നിർബന്ധ ബാധ്യതയാണ്. അടുത്തൊരു ഹദീത്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് നുഅ്മാൻ ബിൻ ബശീർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ പിതാവ്, ഇൻതലഖ ബിഹി ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്മിലുഹു, നുഅ്മാൻ ബിൻ ബശീർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അദ്ദേഹത്തെയും കൊണ്ട് റസൂലിൻ്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നി ഉഷ്ഹിദുക അന്നി ഖദ് നഹൽതു നുഅ്മാന കദാ വകദാ. അല്ലാഹുവിൻ്റെ റസൂലെ, ഞാൻ താങ്കളെ സാക്ഷിയാക്കുകയാണ്, എൻ്റെ മകൻ നുഅ്മാന് ഞാൻ ഇന്നിന്ന കാര്യങ്ങൾ ഹദിയായിട്ട്, സമ്മാനമായിട്ട് നൽകുകയാണ്, റസൂലിനെ സാക്ഷിയാക്കിക്കൊണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, അകുല്ല വലദിക നഹൽത, നീ നിന്റെ എല്ലാ മക്കൾക്കും ഇങ്ങനെ സമ്മാനം കൊടുത്തിട്ടുണ്ടോ? നുഅ്മാൻ ബിൻ ബശീറിനെ മാത്രം വിളിച്ചിട്ട് റസൂലിനെ സാക്ഷിയാക്കി സമ്മാനം കൊടുക്കുക. അപ്പോൾ റസൂൽ തിരിച്ചു ചോദിച്ചു, നിന്റെ എല്ലാ മക്കൾക്കും നീ ഇങ്ങനെ സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഫഖാല ലാ. അപ്പം ബഷീർ റളിയല്ലാഹു പറഞ്ഞു, ഇല്ല, എൻ്റെ എല്ലാ മക്കൾക്കും ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅശ്ഹിദ് ഗൈരി, അപ്പം വേറെ ആരെങ്കിലും സാക്ഷിയാക്കിക്കോ, ഞാനിതിന് സാക്ഷി നിൽക്കൂല, അത് ദുൽമാണ്. മറ്റ് മക്കൾക്കൊന്നും കൊടുക്കാതെ ഈ മകന് മാത്രം നീ എന്തെങ്കിലും പ്രത്യേകമായിട്ടൊരു സമ്മാനം കൊടുക്കുന്നത് എന്നെ സാക്ഷിയാക്കണ്ട, ഒരു തെറ്റിന് ഞാൻ എന്തില്ല, സാക്ഷി നിൽക്കൂല. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
സഹാബിയോട് തിരിച്ചു ചോദിച്ചു, അലൈസ യസുറുക അൻ യകൂനു ഫിൽ ബിർരി സവാ. ബഷീറെ, അവരെല്ലാവരും നിന്നോട് നന്മ കാണിക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നില്ല? എല്ലാവരും ഒരേപോലെ നിന്നോട് നന്മ കാണിക്കുന്നത് അത് നീ ഇഷ്ടപ്പെടുന്നില്ല? സഹാബൊന്നും അത് ഇഷ്ടപ്പെടുന്നുണ്ട്. ഫല ഇതൻ, അപ്പം എന്ത് ചെയ്യാൻ പാടില്ല? ഈ മകന് മാത്രം പ്രത്യേകമായിട്ട് നീ ഒരു സമ്മാനം കൊടുക്കാൻ പാടില്ല. അത് റസൂല് തിരിച്ചു വാങ്ങിപ്പിച്ചു, കൊടുത്തത് തിരിച്ചു വാങ്ങിപ്പിച്ചു. ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ മക്കൾക്കിടയിൽ നമ്മൾ എന്ത് ചെയ്യണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ് ഫഅദിലു ബൈന ഔലാദിക്കും. നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി പാലിക്കണം. അതിൽ നീതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തുല്യമായിട്ട് നൽകലല്ല നീതി. ഓരോരുത്തർക്കും ആവശ്യത്തിനനുസരിച്ച് വേണ്ടതുപോലെ നൽകലാണ് നീതി, അല്ലേ? എല്ലാവർക്കും തുല്യമായിട്ട് നൽകുന്ന ഇസ്തിവാ എന്ന് അറബി പറയാം. പക്ഷെ റസൂൽ അതിലാണ് പറഞ്ഞത്. അതിലെന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും വേണ്ടത് ആവശ്യത്തിനനുസരിച്ച് കൊടുക്കണം. അതാണ് അതില്. മക്കൾക്കിടയിൽ നീതി പാലിക്കണം. അത് വലിയ കാര്യമാണ്. നമ്മൾ സാധാരണ മക്കൾ മാതാപിതാക്കളോട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറയും. അതെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് വലിയ പരാതിയായിരിക്കും, വലിയ പ്രയാസമായിരിക്കും. മക്കൾക്കെതിരെ പരാതിയൊക്കെ പറയും. പക്ഷെ തിരിച്ച് മാതാപിതാക്കൾ മക്കളോട് ചെയ്യേണ്ട കുറേ ബാധ്യതകളുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ മക്കൾക്ക് അത് ശരിക്ക് കൊടുത്താലേ തിരിച്ചിങ്ങോട്ട് ആ രീതിയിൽ നന്മ ഉണ്ടാവും. മക്കൾക്കിടയിൽ നീതി പാലിക്കണം, എല്ലാവരെയും തുല്യമായി കാണണം. പക്ഷെ സ്നേഹം അത് തുല്യമായിട്ട് ഒരാൾ കഴിയില്ല. അത് കൽബിൻ്റെ പണിയാണ്. സ്നേഹം എന്നുള്ളത്, മഹബത്ത് എന്നുള്ളത് കൽബിൻ്റെ പണിയാണ്. അതൊരിക്കലും എന്തില്ല, രണ്ടാൾക്കാരുടെ വിഷയത്തിൽ ഒരിക്കലും തുല്യമാവുകയില്ല. അത് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ കാണിക്കേണ്ട ഹക്കുകൾ പൂർത്തീകരിക്കുമ്പോൾ മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കാൻ പാടില്ല. കുറേ ആൾക്കാർ പരാതിയായിട്ട് പറയാറുണ്ട്, നമ്മളെ ഉമ്മക്ക് കുറേ സ്വത്തുണ്ടായിരുന്നു, ഉമ്മ ചെറിയ മോന് മാത്രം കൊടുത്തു, നമുക്കൊന്നും തന്നിട്ടില്ല. അവരെ മക്കൾ, ചെറിയ മകൻ്റെ മക്കളെ മാത്രം പരിഗണിക്കുന്നു, നമ്മുടെ മക്കളെ പരിഗണിക്കുന്നില്ല. അതൊക്കെ ദുൽമ, മക്കളോട് ചെയ്യുന്ന ദുൽമ. ആൺമക്കളുണ്ടെങ്കിൽ എല്ലാവരുടെ ഭാര്യമാരെയും സ്നേഹം വ്യത്യസ്തമായിരിക്കും, പക്ഷെ ബാധ്യതകൾ പൂർത്തീകരിക്കുമ്പോൾ എല്ലാവരും തുല്യമായിരിക്കണം. എല്ലാവരോടും ബാധ്യതയുണ്ട്, ആ ബാധ്യത കാണിക്കണം. ഹക്ക് പൂർത്തീകരിക്കണം ആൺമക്കളുടെ ഭാര്യമാരോട്. അതുപോലെ തന്നെ ആൺമക്കളുടെ മക്കളോട്, പെൺമക്കളുടെ മക്കളോട് മാതാപിതാക്കൾ ഹക്ക് പൂർത്തീകരിക്കണം. സ്നേഹം അത് വ്യത്യസ്തമായിരിക്കും, അത് നമുക്ക് ഉടമപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ഹദീത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, عن أبي سعيد رضي الله عنه عن النبي صلى الله عليه وسلم قال من لا يرحم لا يرحم. നേരത്തെ പറഞ്ഞ ഹദീത്തിൻ്റെ ബാക്കിയാണ്. ആരാണോ കരുണ കാണിക്കാത്തത് അവനോട് കരുണ കാണിക്കപ്പെടുകയില്ല. രണ്ടർത്ഥങ്ങളുണ്ട് അതിന്. ഒന്ന്, നമ്മുടെ മക്കളോട് കരുണ കാണിച്ചാൽ അള്ളാഹു നമ്മോട് കരുണ കാണിക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ഹദീത്ത് വായിച്ചിരുന്നു. ഒരു ഉമ്മ ആയിഷ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ഒരു ഉമ്മയും 2 മക്കളും വന്നു. പട്ടിണിയായിട്ട് യാചിച്ചിട്ട് വന്നതാണ്. ആയിഷ റളിയല്ലാഹു 3 ഈത്തപ്പഴം അവർക്ക് കൊടുത്തു. ആ ഉമ്മ 2 മക്കൾക്കും ഓരോ ഈത്തപ്പഴം കൊടുത്തു. 2 മക്കളും തിന്നു. ഇത് തിന്നാനായിട്ട് വായിലേക്ക് ഓങ്ങുന്ന സമയത്താണ് ആ മക്കൾ അതിലേക്ക് നോക്കിയത്. ആ ഉമ്മ തിന്നാതെ ആ 2 കഷ്ണം ചീടി ഓരോ മക്കൾക്കും കൊടുത്തു. ഈ സംഭവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അള്ളാഹു ആ പെണ്ണിനോട് കരുണ കാണിച്ചിരിക്കുന്നു. ആ ഒരർത്ഥമുണ്ട്. മക്കളോട് കരുണ കാണിച്ചാൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും കരുണയുണ്ടാവും, റഹ്മത്തുണ്ടാവും. രണ്ടാമതൊരർത്ഥം, മക്കളോട് ചെറുപ്പത്തിൽ അങ്ങോട്ട് കരുണ കാണിച്ചാൽ വാർദ്ധക്യത്തിൽ ഇങ്ങോട്ടും പ്രതീക്ഷിക്കാം, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. അത് സ്വാഭാവികമാണ്. മനുഷ്യൻ്റെ മനസ്സങ്ങനെ അകലും. അപ്പോൾ 2 രീതിയിലും പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അടുത്തൊരു ഹദീത്ത്, قال رسول الله صلى الله عليه وسلم لا يرحم الله من لا يرحم الناس. ജനങ്ങളോട് റഹ്മത്ത് കാണിക്കാത്തവൻ, കരുണ കാണിക്കാത്തവനോട് അള്ളാഹുവും കരുണ കാണിക്കുകയില്ല. അതെല്ലാ വിഷയത്തിലും പറ്റുന്ന ഹദീത്താണ്. അടുത്തൊരു ഹദീത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്താണ്. സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു.
ജഅലല്ലാഹു അസ്സ വജല്ല അർ-റഹ്മത മിഅത ജുസ്ഇൻ. റഹ്മത്ത് എന്നൊരു കാര്യത്തെ, കരുണ എന്ന കാര്യത്തെ അള്ളാഹു 100 ഭാഗങ്ങളാക്കി. ഫഅംസക ഇൻദഹു 99, അതിൽ 99 ഭാഗത്തെ അള്ളാഹു അവിടെ തന്നെ പിടിച്ചു വെച്ചു. വഅൻസല ഫിൽ അർളി ജുസ്അൻ വാഹിദ, അതിലൊരു ഭാഗം മാത്രമാണ് അള്ളാഹു എന്താക്കിയത്, ഭൂമിയിലേക്ക് അയച്ചത്. ആ ഒരു റഹ്മത്ത് കൊണ്ടാണ് ഫമിൻ ദാലികൽ ജുസ്ഇ യതറാഹമുൽ ഖൽഖ്, ആ 100ൽ ഒരു ഭാഗം റഹ്മത്ത് കൊണ്ടാണ് മനുഷ്യർ പരസ്പരം റഹ്മത്ത് കാണിക്കുന്നത്, അള്ളാഹിന്റെ സൃഷ്ടികൾ പരസ്പരം റഹ്മത്ത് കാണിക്കുന്നത്. അപ്പം അള്ളാഹിന്റെ റഹ്മത്ത് എത്ര വിശാലമായിരിക്കും, അത്രയും വിശാലമാണ് അള്ളാഹിന്റെ റഹ്മത്ത്. ഒരു വേള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിന്റെ റസൂലും സഹാബാക്കളും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം യുദ്ധത്തടവുകാരെ കൊണ്ടുവന്നു, യുദ്ധത്തിൽ പിടിച്ചു വന്ന ആൾക്കാരെ, പെണ്ണുങ്ങളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, ആണുങ്ങളുണ്ട്. അപ്പോൾ അള്ളാഹിന്റെ റസൂലും സഹാബത്തും നോക്കിയിരിക്കുക, അതിലൊരു പെണ്ണ് എന്തോ അന്വേഷിച്ച് ആൾക്കൂട്ടത്തിനിടയിൽ ഇങ്ങനെ സഞ്ചരിക്കാൻ. പെട്ടെന്ന് ആ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നൊരു കുട്ടിയെ ആ പെണ്ണിന് കിട്ടി. ആ കുട്ടിയെ എടുത്ത് മാറോട് ചേർത്ത് പിടിച്ച് കുട്ടിക്ക് പാല് കൊടുത്തു. ഇത് നോക്കിയിരിക്കുന്ന സഹാബത്തിനോട് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, സഹാബാക്കളെ, ആ പെണ്ണ് ത്വാരിഹതൻ വലദഹാ ഫിന്നാർ, ആ പെണ്ണ് ആ കുട്ടിയെ നരകത്തിലേക്ക്, തീയിലേക്ക് വലിച്ചെറിയുന്ന ഒരു രംഗം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ? സഹാബാക്കൾ പറഞ്ഞു, ലാ വല്ലാഹി യാ റസൂലല്ലാഹ്, ഇല്ല, നമ്മൾ ഒരിക്കലും നമുക്കത് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. ആ ഉമ്മ ആ ചെറിയ കുട്ടിയെ, പാല് കുടിക്കുന്ന കുട്ടിയെ തീയിലേക്ക് വലിച്ചെറിയുന്ന ഒരു രംഗം നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാത്ത വാക്കാണത്, ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ, ആ പെണ്ണ് ആ കുട്ടിയോട് കാണിക്കുന്നതിനേക്കാൾ റഹ്മത്ത് അള്ളാഹു നമ്മളോട് കാണിക്കുന്നുണ്ട്. 99 ഭാഗം റഹ്മത്ത് അള്ളാഹ് എടുക്കണം, അതിവിശാലമാണ് അള്ളാഹുന്റെ റഹ്മത്ത്. ആ ഉമ്മ ആ കുട്ടിയോട് കാണിക്കുന്ന റഹ്മത്തിനേക്കാൾ അതിവിശാലമായ റഹ്മത്ത് അള്ളാഹു സൃഷ്ടികളോട് കാണിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇത്രയും വലിയ കുരുത്തക്കേട് ചെയ്തിട്ടും അള്ളാഹു ഇത്രയും നല്ല സൗകര്യത്തെ നമ്മൾ ജീവിപ്പിച്ചില്ലേ, നമുക്ക് ആരോഗ്യം തന്നില്ലേ, ദുനിയാവിൽ എല്ലാ സുഖ സൗകര്യങ്ങളും അള്ളാഹു നൽകിയില്ലേ. എത്രയൊക്കെ വേണ്ടാത്തരങ്ങൾ ചെയ്തു, ധിക്കാരം കാണിച്ചു, അള്ളാഹിന്റെ കൽപ്പനകൾ മറന്നു, ധിക്കാരം കാണിച്ചു, റസൂലിന്റെ സുന്നത്തുകളെ വേണ്ടാന്ന് വെച്ചു. എന്നിട്ടും മനുഷ്യൻ അത്രയും സുഖ സൗകര്യത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹിന്റെ വലിയ റഹ്മത്താണ്. ആ റഹ്മത്തെങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഭൂമിയിൽ ഒരു മനുഷ്യനും ജീവിച്ചിരിക്കില്ല. അള്ളാഹിന്റെ റസൂൽ വെച്ചു, അത്രയും വിശാലമാണ് അള്ളാഹിന്റെ റഹ്മത്ത്. അതാണ്. അപ്പം ആ 100 റഹ്മത്തിൽ ഒരു ഭാഗം അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചു. ആ ഒരു ഭാഗത്തിലാണ് പരസ്പരം സൃഷ്ടികൾ കരുണ കാണിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹത്താ തർഫഅൽ ഫറസു ഹാഫിറഹാ അൻ വലദിഹാ, എത്രത്തോളം എന്ന് വെച്ചാൽ കുതിര അതിൻ്റെ ഒരു കാല് പൊന്തിച്ച് പിടിച്ച് നിൽക്കും. എന്തിന്? അതിൻ്റെ കുളമ്പ് അതിൻ്റെ കുട്ടിയുടെ മേൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളോളം പൊന്തിച്ചിരിക്കും കുതിര. അതുപോലും ആ റഹ്മത്തിൻ്റെ ഒരു ഭാഗമാണ്. അഥവാ എല്ലാ ജീവജാലങ്ങളും മക്കളോട് കാണിക്കുന്ന ആ കരുണയും റഹ്മത്തും സ്നേഹവും വാത്സല്യവും അത് 100ൽ ഒരു ജുസിന്റെ ഭാഗമാണ്. മറ്റേ 99 ആരുടെ അടുക്കലാണ്? അള്ളാഹുവിൻ്റെ അടുക്കലാണ്. ആണ് ഇന്ന റഹ്മത്തി വസിഅത് കുല്ല ഷൈ, എൻ്റെ റഹ്മത്ത് എല്ലാത്തിനേക്കാളും വിശാലമാണ്. അള്ളാഹിന്റെ വാക്കാണ്. ആ റഹ്മത്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ റഹ്മത്തും നിഷേധിക്കപ്പെടുന്ന ആൾക്കാരുണ്ട്, ആ റഹ്മത്തും കിട്ടാത്ത ആൾക്കാരുണ്ട് നാളെ ആഖിറത്തിൽ. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം കിട്ടാത്തവർ ആരാണ്? നിര്യാണിക്ക് താഴെ അഹങ്കാരത്തോടെ വസ്ത്രം ധരിച്ചവൻ. അള്ളാഹിന്റെ റഹ്മത്തിന്റെ നോട്ടം നാളെ ആഖിറത്തിൽ ഉണ്ടാവില്ല. ഇത്രയും വിശാലമായ അള്ളാഹിന്റെ റഹ്മത്തിന്റെ നോട്ടം ഇല്ലെങ്കിൽ എത്ര നിർഭാഗ്യവാനാണെന്ന് ആലോചിച്ച് നോക്കിയാൽ. എന്തിന്? അഹങ്കാരത്തോടുകൂടി റസൂലിന്റെ വാക്കിന് വില കൽപ്പിക്കാതെ നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചു വെച്ചവൻ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ദീൻ അങ്ങനെയാണ്, നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നതല്ല ദീൻ. ദീൻ അള്ളാഹും അള്ളാഹിന്റെ റസൂലും പഠിപ്പിക്കുന്നതാണ്, അള്ളാഹും അള്ളാഹിന്റെ റസൂലും പറഞ്ഞതാണ്. അത് ചിലപ്പോൾ നമുക്കത് നിസ്സാരമായി തോന്നാം, പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വലിയ കാര്യമാണ്. രോമല്ലേ, ഒരു രോമത്തിലാണോ ദീനൊക്കെ ചോദിക്കും അല്ലേ? അതാൾക്കുണ്ട്. ഇതൊരു മുടിയല്ല, ആ മുടിയിലാണോ ദീനിരിക്കുന്നത്? അതെ, അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, അതാണ് ദീൻ. നമുക്കത് ചിലപ്പോൾ ചെറുതായിട്ട് തോന്നും, പക്ഷെ അള്ളാഹിൻ്റെ അടുക്കൽ അത് വലിയ കാര്യമാണ്. അപ്പോൾ തന്നെ ഒരു നിര്യാണിക്ക് താഴെ വസ്ത്രം പോകുമ്പോഴേക്കും നമുക്ക് ദീനില്ല. അതൊക്കെ എന്ത് ദീനാണ്? അങ്ങനെയാണോ ദീന്? ഒരു വസ്ത്രം താഴ്ന്നതിലാണോ, ബുദ്ധിക്കുന്നതിലാണോ ദീന്?
അങ്ങനെയൊക്കെ ചോദിക്കുന്ന കുറച്ച് ആൾക്കാരുടെ അക്കലാനുകൾ, ബുദ്ധി കൊണ്ട് ദീനെ ചിന്തിക്കുന്നവർ, അളക്കുന്നവർ നഷ്ടത്തിലാണ്, അവർ വലിയ നഷ്ടത്തിലാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ദീനിൻ്റെ കാര്യങ്ങൾ പഠിക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, ഉൾക്കൊള്ളാനുള്ള മനസ്സ് കിട്ടാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക.